ഹായ് ഫ്രണ്ട്സ്, ജോബിയാണേ. ഇന്ന് രാവിലെ ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അതായത് ഇന്ന് എൻ്റെ പയറിൻ്റെ തോട്ടത്തിൽ ഞാനിന്ന് വിളവെടുക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ വിളവെടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ ചെടികൾക്ക് നമ്മൾ പശുവിനെ കറക്കാനായിട്ട് ചെല്ലുന്നതിനൊക്കെ അതിന് പുല്ലും വെള്ളവും കൊടുത്തതിന് ശേഷമാണ് പശുവിനെ നമ്മൾ കറക്കാൻ പോകുന്നത്. അതേ രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് പയറിൻ്റെ വിളവെടുക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അതുങ്ങൾക്ക് അടുത്ത 2 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും നമ്മൾ കൊടുക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ നെല്ലൊക്കെയാണ്, അത് പുറകെ ചെയ്യാം. പക്ഷേ ഇത് എൻ്റെ പയർ കണ്ടോ, പയർ പിടിച്ച് കിടക്കുന്നുണ്ടോ, കണ്ടോ? ഇതാണ് ദീപിക എന്ന് പറയുന്ന ഈ വെറൈറ്റിയുടെ 1.5 വിട്ട് ഇത്രയാവും. ഉണ്ടോ, നിറച്ച് പയർ വീണ് കിടക്കുക. ഉണ്ടോ, ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂർ വേണം ഞാൻ ഈ പയർ മുഴുവൻ പറിച്ചെടുക്കാൻ. അപ്പോൾ ഈ പയർ പറിക്കുന്നതിനൊക്കെ മുമ്പ് ചെടിക്ക് എങ്ങനെയാണ് വെള്ളവും വളവും, ചെടികൾക്ക് വിളവെടുക്കുന്നതിന് മുമ്പ് ഒരേ അളവിൽ എങ്ങനെയാണ് വളവും വെള്ളവും വൈദ്യുതിയുടെ പോലും സഹായമില്ലാതെ വെറും ഗ്രാവിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. അതിന് ശേഷമേ പയറിൻ്റെ വിളവെടുക്കാൻ തുടങ്ങുന്നുള്ളൂ. പയറൊക്കെ ആവശ്യത്തിന് പാകമായി കിടക്കുകയാണ്. ഏതായാലും ഞാനൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറിലും എടുക്കും ഇത് മുഴുവൻ പറിച്ച് കയറണമെങ്കിൽ. ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നെല്ലൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടോ, വഴങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. സമയമായില്ല, ഇത് കിടക്കുക. ഉണ്ടോ, അങ്ങ് വരെ ഉണ്ടോ. ഇത് പയറിനധികം ഇലയില്ലാത്ത എൻസാണ്. അപ്പം കൂടുതലായിട്ടും നമുക്ക് വിളവാണ് കിട്ടുന്നത്. ഉണ്ടോ, ഈ ഒരു പയർ ഉണ്ടോ, ഇതിൻ്റെ ലെങ്ത് കണ്ടോ. അപ്പോൾ ഇനി വളം എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇപ്പം വളം നമ്മളിതിങ്ങനെ തുണിയിൽ കെട്ടിയെടുക്കുകയാണ്. ഈ സവോള ചാക്കാണ് നല്ലത്. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടോ, ഇപ്പം 2-3 പ്രാവശ്യം കഴിയുമ്പം താഴേന്ന് വെള്ളം മേളിലോട്ട് വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ വളവും ഓക്കെ. ഇപ്പം ഒരേ അളവിൽ എല്ലാവർക്കും ഇപ്പം വളവും വെള്ളവും കിട്ടാൻ തുടങ്ങും. വരാൻ തുടങ്ങി. കണ്ടോ, കണ്ടോ, വെള്ള കളറിലുള്ള വെള്ളം വരുന്നുണ്ട്. ഇത്രയും തത്ത കൊണ്ടുപോയി. ഇത്രയാണ് കേട്ടോ.